ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ആണ്. 4ാമത്തെ യൂണിറ്റ് ക്ലോതിങ് ത്രൂ ഏജസ്. കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടർന്ന് വരുന്ന വസ്ത്രധാരണത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ഈ ലെസനെ പല കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ഉള്ളിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു തത്തമ്മയുണ്ട്, ഒരു ആടൊക്കെ ഉണ്ട് അല്ലേ, പിന്നെന്താണ് ഒരു ആമയുണ്ട്. അപ്പോൾ ഭയങ്കരമായ ചൂട് അല്ലെങ്കിൽ എന്താണ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, ഇതൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ സർവൈവ് ചെയ്യുന്നത്, അതിലൊക്കെ നിലനിൽക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സിന്, അതായത് മനുഷ്യന്മാർക്ക് അവരുടെ സ്കിന്ന്, അവരുടെ തൊലിയാണ് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നത്. ചെറിയൊരു ലെയറായിട്ടുള്ളൊരു സ്കിന്ന് നമുക്കറിയാം അല്ലേ. തത്തമ്മയ്ക്ക് എന്താണ്, തൂവലുകളാണ് സംരക്ഷണം നൽകുന്നത്. ആടിന് അതിൻ്റെ ഫറ്. പിന്നെ ആമയ്ക്ക് പുറംതോടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അതിന് കഠിനമായ ചൂടിൽ നിന്നും അല്ലെങ്കിൽ കഠിനമായ തണുപ്പിൽ നിന്നുമൊക്കെ അതിന് സംരക്ഷണം കൊടുക്കുന്നത്. Have you ever thought about the way in which humans face such situations? ഇവർക്കൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അല്ലേ, നാച്ചുറലായിട്ട് അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡ്രസ്സ് ഇടുന്നുണ്ട് അല്ലേ, നമ്മൾ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം സ്കിന്നിൻ്റെ മുകളിൽ, കൈൻ്റെ മുകളിലൊക്കെ വെയിലടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂട് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ എന്തിടുന്നത്, ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത്. അത് ആദ്യമായിട്ടല്ല, ആദ്യകാലങ്ങളിൽ നമ്മൾ വസ്ത്രം ഉപയോഗിച്ച് തുടങ്ങിയത് എങ്ങനെയാണ്, അങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് അല്ലേ. കൊടും തണുപ്പും ഉണ്ടാവും, നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, നമുക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണിത്തരങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് മനുഷ്യന്മാർക്ക് തോന്നിയിട്ടുണ്ടാവുക നമുക്ക് ഡ്രസ്സ് വേണം എന്നുള്ളത് ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വായിച്ച് നോക്കാം. The clothing needed for human had to be shaped with the materials available in nature. പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് നമുക്കറിയാം, ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ സ്കിന്ന്, അവരുടെ തൊലി കൊണ്ടും ഒക്കെയാണ് അവർ ഡ്രസ്സുകൾ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അവർക്ക് ഈസിലി അവൈലബിൾ ആയിട്ട്, അവരടുത്ത് പുറത്ത് അവൈലബിൾ ആയിട്ട് അവർക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ്, സാധനങ്ങൾ കൊണ്ടാണ് അവർ തുണികൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ പറയാം, ഓൾ ദ ക്രീച്ചേഴ്സ് എക്സെപ്റ്റ് മാൻ ഇൻ ദ പിക്ചർ ഹാവ് പ്രൊട്ടക്റ്റീവ് കവറിങ്. ഇപ്പോൾ നമ്മൾ കണ്ടു, ആമയ്ക്ക് കട്ടിയുള്ള പുറംതോടുണ്ട് അല്ലേ. ഗോട്ടിന് അതിൻ്റെ ഫറ്, അതിൻ്റെ ആ തൊങ്ങ് പോലെ നിൽക്കുന്ന രോമങ്ങളുണ്ട്. അതുപോലെ തന്നെ പാരറ്റിന് എന്താണ്, അതിൻ്റെ ഫെതേഴ്സ്, അതിൻ്റെ തൂവലുകളുണ്ട്. അപ്പോൾ മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു കട്ടിയുള്ള ഒരു കവറിങ്, പ്രൊട്ടക്റ്റീവ് കവറിങ്, സംരക്ഷണ ഒരു കവചം പോലെ കവറിങ് ഇല്ലാത്തത്. Therefore man makes special clothes using natural resources to survive adverse weather condition. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവായിട്ടുള്ളത്, അതായത് കൊടും തണുപ്പ്, കൊടും ചൂട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർ എന്ത് കണ്ടുപിടിച്ചത്, ഈ ക്ലോത്തിങ്, വസ്ത്രധാരണം എന്നുള്ളൊരു കാര്യം കണ്ടുപിടിച്ചത്. വാട്ട് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇപ്പോൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന ക്ലോത്തിങ് എങ്ങനത്തെയാണ്? Clothes can be made from different materials including natural fibers like cotton, silk and wool, as well as synthetic fibers like പോളിസ്റ്റർ ആൻഡ് നൈലോൺ. എന്താണ്, പണ്ടൊക്കെ എന്താണ്, നാച്ചുറലായിട്ട് കിട്ടുന്ന കോട്ടണിൽ നിന്നൊക്കെയാണ് നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പം എങ്ങനെയാണ്, കോട്ടണിൽ നിന്നും സിൽക്കിൽ നിന്നും വൂളിൽ നിന്നും അതുപോലെ തന്നെ സിന്തറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള, അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള പോളിസ്റ്ററിൽ നിന്നും നൈലോണിൽ നിന്നൊക്കെ നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. There are many different types of clothes, each with its unique style, material and purpose. ഇപ്പോൾ പലതരം ഡ്രസ്സുകൾ, വേഷങ്ങളുണ്ട് അല്ലേ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള യൂണീക്ക് സ്റ്റൈൽ ഉണ്ട്. അതായത് എന്താണ്, ഓണത്തിന് നമ്മൾ എന്താ ഇടുന്നത്, മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ എന്താണ് കസവ് സാരിയാണ് ഉടുക്കുന്നത് അല്ലേ. ഇനി ക്രിസ്മസ് വന്നാൽ എന്താണ്, നമ്മൾ റെഡ് കളർ ഡ്രസ്സുകളാണ് ഇടുന്നത് അല്ലേ. പിന്നെ കല്യാണം എന്നാൽ എന്താണ്, അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ യുണീക്കായിട്ടുള്ള തനതായിട്ടുള്ള സ്റ്റൈലുണ്ട്, മെറ്റീരിയലും ഉണ്ട്, അതിൻ്റെ പർപ്പസുകളും ഉണ്ട്. ഓക്കെ, there are different types of clothes like a shirt, t-shirt, skirt, pants, jeans, jacket, trouser and more അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഷർട്ട് ഉണ്ടാവും, ടീഷർട്ട് ഉണ്ടാവും, ട്രൗസേഴ്സ് ഉണ്ടാവും, ഗേൾസ് ആണെങ്കിൽ ചുരിദാർ ഉണ്ടാവും, ഫ്രോക്ക് ഉണ്ടാവും, പട്ടുപാവാട ഉണ്ടാവും അല്ലേ. അപ്പോൾ പല രീതിയിലുള്ള ഡ്രസ്സിങ് ഇപ്പോൾ അവൈലബിൾ ആണ്, പണ്ടത്തെ പോലെയല്ല എന്നാണ് പറയുന്നത്.
പിന്നെ എന്തും കൊടുക്കാം നമുക്ക്. വി ഡ്രസ് അക്കോർഡിംഗ് ടു അവർ സോഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലേ, പൈസയുള്ള ആൾക്കാർ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യും, കുറച്ച് താഴേക്കടയിലുള്ള ആൾക്കാരാണെങ്കിലോ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ നമ്മുടെ നിലയും വിലയും എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കൂളിൽ യൂണിഫോം വരുന്നത് ഉള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ്? പലരും പല കാറ്റഗറിയിൽ അല്ലേ, പല വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. നല്ല പൈസ ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരിക്കും, പൈസ ഇല്ലാത്ത വീട്ടിലെ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കളർ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ എങ്ങനെയാണ്? ഓരോരുത്തരും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വരിക അല്ലേ. നല്ല വിലയുള്ള ഡ്രസ്സുകൾ ഇടുന്ന കുട്ടികളുണ്ടാവും, അങ്ങനെയൊന്നും മേടിക്കാൻ കഴിവില്ലാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എന്താണ്, അവിടെ ഒരു ഇത് വന്നു അല്ലേ, ഡിഫറൻസ് വന്നു, ഒരു വ്യത്യാസം വന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒരേ ഡ്രസ്സ്, അതാണ് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എന്തുള്ളത്, യൂണിഫോം ഉള്ളത്. മനസ്സിലായോ? യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരേ ഡ്രസ്സുകളാണ് ഇടുന്നത്. അവിടെ ആരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ. ഇനി അടുത്തത് എന്താ? ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു എസ്? എങ്ങനെയൊക്കെയാണ് നമുക്ക് വസ്ത്രം യൂസ്ഫുൾ ആവുന്നത്? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നു. പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, ചൂടിൽ നിന്ന് രക്ഷിക്കുന്നു. മെയിൻ്റെനൻസ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ സ്റ്റഡി ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ തണുക്കില്ല നമ്മുടെ ശരീരം, കൂടുതൽ ചൂടാവുകയില്ല. പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, ഇപ്പോൾ മോസ്കിറ്റോസിൽ നിന്നൊക്കെ നമ്മളെ, കൊതുകിൽ നിന്നും ഈച്ചയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ പറയാം. പ്രൊട്ടക്ഷൻ ഫ്രം ഇഞ്ചുറി, അല്ലെങ്കിൽ നിങ്ങൾ ഓടി കളിക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾ പാൻറ്റാണ് ഇട്ടിട്ടുള്ളത് അല്ലേ, അപ്പോൾ മുട്ടുകുത്തി വീണാൽ എന്താണ്, ആ പാൻറ്റ് ഇട്ടുള്ളത് കാരണം ഒരു കവറിങ് പോലെ നിങ്ങളുടെ മുട്ടിൻ്റെ മുകളിൽ അത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പരിക്കൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ. ഇനി പ്രൊവൈഡ്സ് കംഫർട്ട് അല്ലേ, നമുക്ക് തണുക്കൂല്ല ചൂടെടുക്കൂല, അപ്പം നമുക്ക് എന്താണ്, ഒരു കംഫർട്ട് തരുന്നുണ്ട്, ഒരു സുഖം തരുന്നുണ്ട് ഡ്രസ്സ് ഇടുമ്പോൾ. പിന്നെ പ്രൊട്ടക്ട്സ് അസ് ഫ്രം ഡസ്റ്റ് ആൻഡ് ഡേർട്ട്, പൊടിയിൽ നിന്നും ചെളിയിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്ലോത്തിങ് ഇപ്പോഴുള്ള വസ്ത്രധാരണത്തിലേക്ക് വരാൻ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് എന്താണ് ചെയ്തിരുന്നത് അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ എന്താണ് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ആൾ എന്താണ്, അമ്പും വില്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അയാൾ എന്താണ്, ട്രീ ബാർക്ക്, നമ്മുടെ എന്താണ് മരത്തിൻ്റെ തൊലിയൊക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അയാൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ എന്താണ്, ലീവ്സ്, ഇലകൾ അല്ലെങ്കിൽ ഗ്രാസ് കൊണ്ടാണ് വസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ ആളോ കണ്ടോ, വൂള് പോലെയാണ്, അപ്പോൾ അത് എനിമൽ സ്കിന്ന് അല്ലേ, എന്തിനേലുമൊക്കെ കൊന്ന് അതിൻ്റെ സ്കിന്ന് എടുത്തിട്ടാണ് അയാൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പഴയ കാലത്തെ ആൾക്കാർ ക്ലോത്തിങ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്? ഫസ്റ്റത്തെ കൊടുത്തിട്ടുണ്ട് ബാർക്ക് ഓഫ് ട്രീസ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ട്രീയുടെ തോല്. അടുത്ത ഏതൊക്കെ നമുക്ക് പറയാം, ലീവ്സ് ഓഫ് ട്രീസ് അല്ലേ, ട്രീയുടെ ഇലകൾ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഗ്രാസ് അല്ലേ, പുല്ലുകൾ ഉപയോഗിച്ചിട്ട് വസ്ത്രം ഉണ്ടാക്കിയിരുന്നു. ലാസ്റ്റ് വൺ എന്താണ്, ആനിമൽ സ്കിൻ, മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ചിട്ടും വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. Humans used the materials they got from their surroundings as clothing when they lived by hunting. അവരുടെ ചുറ്റുവട്ടത്തും അവൈലബിൾ ആയിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എന്താണോ അത് വെച്ചിട്ടാണ് അവർ ഹണ്ട് ചെയ്തിരുന്ന സമയത്ത്, വേട്ടയാടിയിരുന്ന സമയത്ത് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? ഗ്രാസ് അല്ലേ, പുല്ലുപയോഗിച്ചിരുന്നു. ബാർക്ക് ഓഫ് ട്രീസ്, അതിനെയാണ് എന്ത് പറയുന്നത്, മരവുരി എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആനിമൽ സ്കിന്ന്, മൃഗങ്ങളുടെ തൊലികൾ ഉപയോഗിച്ചിരുന്നു എന്തുണ്ടാക്കാൻ, ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഹോൺ ആൻഡ് ബോൺ ഓഫ് അനിമൽസ് വാസ് യൂസ്ഡ് ആസ് നീഡിൽസ് ആൻഡ് ടൂൾസ് ടു മേക്ക് ക്ലോത്ത്സ്. ഇതുപോലെ വസ്ത്രം ഇങ്ങനെ നെയ്തുണ്ടാക്കണ്ട. അപ്പോൾ അതിന് എന്താ ചെയ്തിരുന്നത്, നല്ല കൂർത്ത, ഇപ്പോൾ ഈ മുള്ളംപന്നിയുടെ മുള്ള് കണ്ടിട്ടുണ്ടോ നിങ്ങൾ, അതിങ്ങനെ നീഡിൽ പോലെ ഒരു സൂചി പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ മൃഗങ്ങളുടെ ബോൺസ്, അവരുടെ എന്താണ് അസ്ഥികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, എന്തൊക്കെ ചെയ്തിരുന്നു എന്നാ പറയുന്നത്, പോളിഷ് സ്റ്റോൺസ് ഫോർ യൂസ്ഡ് ആസ് വെപ്പൺസ്. കല്ലുകളുണ്ടല്ലോ, കല്ലുകളൊക്കെ അതിന് മൂർച്ച കൂട്ടിയിട്ട്, കല്ലിൻ്റെ അറ്റമൊക്കെ മൂർച്ച കൂട്ടിയിട്ട് അതാണ് വെപ്പണായിട്ട്, ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺ നീഡിൽസ്, സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നീഡിൽസും ഉപയോഗിച്ചിരുന്നു, സൂചികളും ഉപയോഗിച്ചിരുന്നു. പിന്നെന്താണ്, they also made clothes by cleaning and softening animal skin and fur. മൃഗങ്ങളുടെ സ്കിന്നും അതുപോലെ തന്നെ അതിൻ്റെ ഫർ, അതിൻ്റെ ആ ചെമ്മരിയാടിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കില്ലേ, അതിൻ്റെ ആ ഫറൊക്കെ സോഫ്റ്റൻ ചെയ്തിട്ട് ഒന്നുകൂടി
എന്താ പറയുക, അതിനെ ഒന്നും കൂടി സോഫ്റ്റ് ആക്കിയിട്ട് മൃദുവാക്കിയിട്ട് അവയും എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു, ഡ്രസ്സുകളായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർമ്മ വയ്ക്കുക. എന്താണ്, ഗ്രാസ് ഉപയോഗിച്ചിരുന്നു, ബാർക്ക് ഓഫ് ട്രീസ് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ ആനിമൽ സ്കിന്നും ഉപയോഗിച്ചിരുന്നു. പിന്നെന്താണ്, വെപ്പൺസ് ആയിട്ട് സ്റ്റോൺസ് യൂസ് ചെയ്തിരുന്നു, സ്റ്റോൺ നീഡിൽസ് അവരുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ദ മേക്കിംഗ് ഓഫ് ക്ലോത്ത്സ് ബൈ ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ലൈക്ക് ഓഫ് ദാറ്റ് ഓഫ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? പണ്ട് അവർ തുണി ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. ആനിമലിൻ്റെ സ്കിന്നൊക്കെ ബോണ് കൊണ്ടും അവയുടെ ആനിമൽ സ്കിന്നും ഗ്രാസൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, എന്താണ്, മൃഗങ്ങളുടെ സ്കിന്നും അതിൻ്റെ തൊലിയും പിന്നെന്താണ് ഗ്രാസ് പുല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് റീസൺ. ദേ ഡിഡ് നോട്ട് ഹാവ് ദി ടൂൾസ് ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. അവരുടെ കയ്യിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ടൂൾസ്, ഇവിടുത്തെ പോലത്തെ മെഷീനുകളോ അല്ലെങ്കിൽ കത്രികയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദേ മെയ്ഡ് ക്ലോത്ത്സ് ഫ്രം മെറ്റീരിയൽസ് ദേ ഗോട്ട് ഫ്രം സറൗണ്ടിങ്. അവരുടെ ചുറ്റുപാടും അവർക്ക് എന്താണോ അവൈലബിൾ, അവർക്ക് കിട്ടാവുന്നത്, അതിൽ നിന്നാണ് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. There were no way to soften the material or needles to sew with greater precision. കൂടുതൽ നന്നായിട്ട് അല്ലേ, ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അത്രയും വൃത്തിയായിട്ട്, അത്രയും പ്രിസിഷനിൽ, അത്രയും ആക്യുറേറ്റ് ആയിട്ട്, കറക്റ്റായിട്ട് തുന്നാനൊന്നും അവർക്ക് പറ്റിയിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയാണ്, സോഫ്റ്റ് ആണല്ലേ, അതുപോലെ അത്രയും സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള ടെക്നിക്സോ ഒന്നും അവർക്ക് അറിയുമായിരുന്നില്ല കേട്ടോ. നമുക്കറിയാമല്ലേ, ആ സമയത്ത് അവർ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലകൾ കൊണ്ടും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ സ്കിന്ന് കൊണ്ടൊക്കെ എങ്ങനെയാണോ അവർക്ക് ചെയ്യാൻ പറ്റുക അത്രയും രീതിയിൽ അവർക്ക് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിരുന്നുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ പോലെ വലിയ വലിയ മെഷീൻസോ അല്ലെങ്കിൽ എന്താണ് ക്ലോത്ത് സോഫ്റ്റ് ആക്കി എടുക്കാനുള്ള ടെക്നിക്സോ അതിൻ്റെ കെമിക്കൽസോ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ക്രൂഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ആനിമൽ ഹോൺസ്, ബോൺസ് ആൻഡ് സ്റ്റോൺസ് വർ യൂസ് ടു മേക്ക് ക്ലോത്ത്സ്. എന്തുകൊണ്ടാണ് അവർ ക്ലോത്ത്സ് ഉണ്ടാക്കിയിരുന്നത്? ആനിമലിൻ്റെ ഹോണ്, അവരുടെ എന്താ പറയുക, തലയുടെ മുകളിലുണ്ടാവില്ലേ, അതാണ് ഹോൺ എന്ന് പറയുക. അവരുടെ ബോൺസ്, അവരുടെ എല്ലുകൾ, അതുപോലെ തന്നെ സ്റ്റോൺസ്, കല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അതെങ്ങനെയെങ്കിലുമൊക്കെ തുന്നിക്കൂട്ടിയിട്ട് അവരൊരു ക്ലോത്ത് ആക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടുവേർഡ്സ് വീവിങ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞ എന്താണ്, ഡ്രസ്സ് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അടുത്തത് പറയുന്നത് എങ്ങനെയാണ്, ശരിക്കും നെയ്ത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി. അപ്പോൾ വീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെയ്ത്താണ് കേട്ടോ. Fibers were combined and spun to make long yarns. Weaving is a technique of making cloth with these yarns. അപ്പോൾ ഇങ്ങനെയുള്ള നൂലുകളിൽ നിന്നൊക്കെ അവർ എന്തുണ്ടാക്കിയെടുത്തു തുടങ്ങി, ക്ലോത്ത്സ് ഉണ്ടാക്കിയെടുത്തു തുടങ്ങി. ഫൈബേഴ്സ് വർ കമ്പൈൻഡ്, പലതരം ഫൈബറുകൾ കണ്ടോ. ഇപ്പോൾ ഇതിൽ കണ്ടോ, ജൂട്ടുണ്ട് ഫൈബറായിട്ട്, അതുപോലെ തന്നെ കോട്ടൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈബറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നൂലുകളാക്കിയിട്ട് ആ നൂലുകൾ ചേർത്ത് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി തുടങ്ങി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ക്ലോതിങ് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർ കോട്ടനും വൂളൊക്കെ ഉപയോഗിച്ചിട്ട്, കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, പരുത്തിയും വൂളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഡ്രസ്സുകൾ ഉണ്ടാക്കിയിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടുന്ന് കോട്ടൺ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീവിങ്, നെയ്ത്ത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എന്താ ഉണ്ടായത്, ക്ലോത്ത്സ് മെയ്ഡ് ബൈ ഹാൻഡ്സ് യൂസിങ് യാൺസ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട്. കോട്ടണിൽ നിന്നും പരുത്തിയിൽ നിന്നും അതുപോലെ ജൂട്ട്, ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, ജൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ചണത്തിനെയാണ് ജൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടണിൽ നിന്നും ജൂട്ടിൽ നിന്നും ഒക്കെ എന്താണ്, അവർ വസ്ത്രങ്ങൾ നെയ്തെടുത്ത് തുടങ്ങി. They realized that clothes woven from yarns were better than animal skin. മൃഗങ്ങളുടെ തൊലിയിൽ നിന്നുണ്ടാക്കുന്ന എന്താണ് വസ്ത്രങ്ങളെക്കാളും നല്ലത് എന്താണെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള കോട്ടൺ തുണികളും അതുപോലെ തന്നെ ജൂട്ട് തുണികളാണ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വൂവൺ ക്ലോത്ത്സ്, നെയ്തെടുക്കുന്ന തുണികളുടെ പ്രചാരം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, അങ്ങനെയാണ് വുഡൻ ലൂംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി ക്ലോത്തിങ്ങിൻ്റെ ആവശ്യങ്ങൾ കൂടിയത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള വീവിങ് എക്യുപ്മെൻറ്റ്സും മെഷീനറീസും കണ്ടുപിടിച്ചു തുടങ്ങി. അത് എന്താണ്, പണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ ഒരു ദിവസം എടുത്തിരുന്നെങ്കിൽ മെഷീൻ വന്നതോടുകൂടി 10-20 ഡ്രസ്സൊക്കെ അവർക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി.
പിന്നെ എന്താണ് ഹാൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് വോവൺ യൂസിങ് ഹാൻഡ്ലൂം യാർൺസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, കൈത്തറീനെയാണ് ഹാൻഡ്ലൂം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള സ്പിന്നിങ് മെഷീൻസുകളും ഹാൻഡ്ലൂം കൈത്തറി മെഷീനുകളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി, കൈത്തറിക്കുള്ള എക്യുപ്മെൻറ്റ്സ് കണ്ടുപിടിച്ചതോടുകൂടി അവർക്ക് കൂടുതൽ വേഗത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത് മാർക്ക് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് കോട്ടൺ ക്ലോത്ത് മാനുഫാക്ചറിങ്. വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതിനൊരു ബ്രേക്ക് ത്രൂ, ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ്ലൂം ഇൻവെൻഷനെയാണ് നമ്മളതിനൊരു നാഴികക്കല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ്, നമ്മൾ പലതരങ്ങളിലുള്ള ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പല നിറങ്ങൾ കൊടുത്തു തുടങ്ങി വസ്ത്രങ്ങൾക്ക് കേട്ടോ. ഫ്രം ഇൻഡിഗോ പ്ലാന്റ്. എവിടെ നിന്നാണ്? ഇൻഡിഗോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നീലം കൃഷിനെയാണ് ഇൻഡിഗോ എന്ന് പറയാം കണ്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് നമ്മൾ ആ കളർ ഉണ്ടാക്കിയിട്ട് ക്ലോത്തുകൾക്ക് നീല നിറം കൊടുത്തു തുടങ്ങി കേട്ടോ. കണ്ടോ, ഇതാണ് കോട്ടൺ ഉണ്ടായി നിൽക്കുന്നത്. ഈ കോട്ടൺ എടുത്തിട്ട് നമ്മൾ എന്താണ്, ഇതുപോലെ യാണാക്കും. അതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നൂലുകൾ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. ജൂട്ട് അതുപോലെ തന്നെയാണ് ജൂട്ട് പ്ലാന്റ്. ആ ജൂട്ട് പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ജൂട്ട് ഉണ്ടാക്കുന്നത്. റേഞ്ചസിൻ്റെ തടങ്ങളിലാണ്, നദീതടങ്ങളിലാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കൾട്ടിവേഷൻ, ഉത്പാദനം നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡൈയിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, വസ്ത്രങ്ങൾക്ക് നിറം കൊടുത്തു തുടങ്ങി. അപ്പം നീല കളർ കൊടുത്തിരുന്നത് എന്താണ്? ഇൻഡിഗോ ആണ്. നീലം കൃഷിയായിരുന്നു നടന്നിരുന്നത്. ഇത് കൂടുതലായിട്ട് നടന്നിരുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് നീലം കൃഷി നടന്നിരുന്നത്. ഓക്കെ, ഇനി കേരളത്തിലും ഇങ്ങനെ പലതരത്തിലുള്ള ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. എവിടെയാണ് കൂടുതലായിട്ടും? തിരുവനന്തപുരത്തുള്ള ബാലരാമപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുത്താമ്പുള്ളിയിലും അതുപോലെ തന്നെ കണ്ണൂരുമാണ് മെയിൻ ആയിട്ടുള്ള ഹാൻഡ്ലൂം സെൻറ്റേഴ്സ് വന്നത്. അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി സയൻസിലുള്ള പ്രോഗ്രസ്സോടുകൂടി, ഡെവലപ്മെൻറ്റോടുകൂടി പല രീതിയിലുള്ള പുതിയ മെഷീൻസും ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ, വസ്ത്രങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിൽ വന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? സ്പിന്നിങ് ജെന്നിയാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് സ്പിന്നിങ് ജെന്നി. ആരാണ് അത് ഇൻവെന്റ് ചെയ്തത്? മാർക്ക് ചെയ്ത് വെക്കുക. അത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഇൻവെന്റ് ചെയ്തത്, അത് കണ്ടുപിടിച്ചത്. അതായത് കൈകൊണ്ട് എത്ര തുണിത്തരങ്ങൾ ഉണ്ടാക്കിയാലും നമ്മുടെ ആവശ്യങ്ങൾക്കൊത്ത് നമുക്ക് അത്രയും ക്ലോത്ത്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഡിമാൻഡ് കൂടിയതോടുകൂടി, ആവശ്യക്കാർ കൂടിയതോടുകൂടിയാണ് ഇങ്ങനെയുള്ള സ്പിന്നിങ് ജെന്നിയൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലേ. കൈകൊണ്ടാണ് നമ്മൾ ഈ സ്പിന്നിങ് ജെന്നിയൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനേക്കാളും സ്പീഡായിട്ട് എന്ത് വന്നു? പവർ ലൂം വന്നു. നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട്, പവർ ലൂം എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയുണ്ട് പവർ അല്ലേ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷീൻസ് വർക്ക് ചെയ്യിപ്പിച്ചു തുടങ്ങി. അപ്പോൾ പവർ ലൂം കണ്ടുപിടിച്ചത് ആരാണ്? പവർ ലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് കേട്ടോ. പവർ ലൂം ഈസ് ഓപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സ്. ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എനർജി ഉപയോഗിച്ചിട്ട് ആണ് ഇങ്ങനെയുള്ള പവർ ലൂംസ് ഡെവലപ്പ് ചെയ്തിരുന്നത്. ഹാൻഡ്ലൂമിനേക്കാളും വളരെയധികം സ്പീഡിൽ പവർ ലൂമിൽ നമുക്ക് തുണിത്തരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു കണ്ടോ. മെഷീൻസ് കാണിക്കുന്നുണ്ടോ എന്ത് പെട്ടെന്നാണ് നൂലാവുന്നതും അവിടെ നിന്ന് തുണിയൊക്കെ ആയിട്ട് വരുന്നത് കണ്ടോ. ഇനി ഓക്കെ, അപ്പോൾ യൂറോപ്യൻസ് ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവരുടെ പുതിയ പുതിയ മാർക്കറ്റുകൾ, അതെ വിറ്റഴിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി യാത്രകൾ നടത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവരെവിടെയും എത്തി, ഇന്ത്യയിലും എത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ എത്തിയപ്പോൾ അവരെന്താ ചെയ്തത്? അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുക മാത്രമല്ല, അവർക്ക് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, അതായത് ഇപ്പോൾ എന്താ പറയുക, തുണി, ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടൺ, പരുത്തി അല്ലേ, അതുപോലെ തന്നെ ജൂട്ടൊക്കെ ഇന്ത്യയിൽ സുലഭമാണെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഈ റോ മെറ്റീരിയൽസ്, അതായത് ഈ കോട്ടണും ജൂട്ടും ഒക്കെ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി, യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് യൂറോപ്പിൽ നിന്ന് എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ടുണ്ടാക്കിയ തുണിത്തരങ്ങളൊക്കെ, ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ അവർ ഇന്ത്യയിൽ തന്നെ കൊണ്ട് വിറ്റു എന്നാണ് പറയുന്നത് കേട്ടോ. യൂറോപ്പ് ലോകത്തിലെ 7 കോണ്ടിനെൻസിൽ ഒന്നാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണ്? യൂറോപ്യൻസ് എന്നാണ് പറയുന്നത്. പോർട്ടുഗലിലുള്ള ആൾക്കാരെ പോർട്ടുഗീസ് എന്ന് പറയും. നെതർലൻഡ്സിലെ ആൾക്കാരെ ഡച്ച് എന്ന് പറയും. ഇംഗ്ലണ്ടിലെ ആൾക്കാരെ ഇംഗ്ലീഷ് എന്ന് പറയും. ഫ്രാൻസിലെ ആൾക്കാരെ ഫ്രഞ്ച് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും ഇന്ത്യയിലേക്ക് എത്തിയത് എന്തിനാണ്? ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് കണ്ടിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന ആൾക്കാരാരാണ്? ഇംഗ്ലീഷാണ്.
ഇവിടെ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഇന്ത്യയെ ഭരിച്ചതും ഇന്ത്യയിൽ നിന്നതും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴെന്താണ് സൊസൈറ്റിയിൽ പല മാറ്റങ്ങളും ഇങ്ങനെയുള്ള ക്ലോത്ത് മാനുഫാക്ചറിങ് കൊണ്ടുവന്നു. പല സാധനങ്ങൾക്കും ഡിമാൻഡ്, ആവശ്യക്കാർ വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ എന്താണ്, കൈകൊണ്ട് ഉണ്ടാക്കിയാലൊന്നും അത്രയും ആവശ്യങ്ങൾക്കുള്ള തുണികൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അത് എന്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്, പുതിയ പുതിയ വീവിങ് മെഷീൻസ് കണ്ടുപിടിക്കുന്നതിലേക്ക് അത് കൊണ്ടുപോയി. അപ്പോൾ വീവിങ് മെഷീൻസ് കണ്ടെത്തിയതോടുകൂടി എന്താണ്, പ്രൊഡക്ഷൻ നമുക്ക് കുറേ ഇൻക്രീസ് ചെയ്യാൻ പറ്റി, കുറേ കൂട്ടാൻ പറ്റി എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ മാത്രമല്ല, ക്വാണ്ടിറ്റി മാത്രമല്ല, എണ്ണം മാത്രമല്ല വർദ്ധിച്ചത്, എന്തും വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ക്ലോത്ത്സിൻ്റെ ക്വാളിറ്റിയും വർദ്ധിച്ചു. അതുപോലെ തന്നെ എന്താണ്, ആദ്യമൊന്നും ഒരു കളറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, വെള്ളയും നീലയും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, അവർ ആർട്ടിഫിഷ്യൽ ഡൈസ് കണ്ടോ, ഇങ്ങനെ കളർ ചെയ്യാൻ പറ്റുന്ന ഡൈസ് ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ ക്ലോത്ത്സിൽ യൂസ് ചെയ്ത് തുടങ്ങി എന്നാണ് പറയുന്നത്. കണ്ടോ, പച്ച, മഞ്ഞ, നീല എല്ലാതും ഉണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പല കളർ, പല മിക്സുകൾ അല്ലേ, പേസ്റ്റിൽ, ഡാർക്ക്, ലൈറ്റ്, അങ്ങനെ പല കളേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ പല ഡൈസും മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് പല കളറും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കാം നമുക്ക്. ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. മെഷീൻസ് ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അതായത് ക്ലോത്ത്സിൻ്റെ എണ്ണം വർദ്ധിച്ചു അല്ലേ. ഇനി റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, എന്താണ്, ഒരു 100 ആൾ ചെയ്തിരുന്ന പണി എന്താണ്, ഒരു 2-3 മെഷീൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുവഴി എന്താണ്, ഹ്യൂമൻ ലേബർ, ആൾക്കാരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്നതിൻ്റെ എന്താ പറയുക, അപ്പോൾ അത്ര അധികം ജോലിക്കാരൊന്നും വേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, പല രീതിയിലുള്ള ക്ലോത്തിങ് വന്നു അല്ലേ, ഷർട്ട്, പാൻസ്, ജീൻസ് അല്ലേ, അങ്ങനെ പല വെറൈറ്റീസ് വന്നു. ക്വാളിറ്റി ക്ലോത്തിങ്, എന്താണ്, നല്ല തുണിത്തരങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, ക്വാളിറ്റി ഉള്ളത്, ഈട് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, അപ്പോൾ നിങ്ങൾക്ക് സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അല്ലേ, ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ആ ഒരു മോഡൽസ് ഒക്കെ നമ്മുടെ നാട്ടിലും എത്തിത്തുടങ്ങി എന്ന് പറയാം. പിന്നെ എന്താണ്, കളർ വെറൈറ്റീസ്, പല കളറുകൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്, നാച്ചുറൽ ഫൈബേഴ്സ്, അതായത് കോട്ടൺ, ജൂട്ടും മാത്രമല്ല, നൈലോൺ, പോളിസ്റ്റർ ഇങ്ങനെയുള്ള സിന്തറ്റിക് ഫൈബേഴ്സും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. ഇനി എന്താ പറയുന്നത്, നാച്ചുറൽ ഫൈബേഴ്സും സിന്തറ്റിക് ഫൈബേഴ്സും നമ്മൾ ക്ലോത്ത് മാനുഫാക്ചറിങ്ങിൽ, വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. നാച്ചുറൽ ഫൈബേഴ്സ് എന്തിൽ നിന്ന് എടുത്താൽ, എന്താണ്, മൃഗങ്ങളിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും അല്ലേ, പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് ജൂട്ടും കോട്ടനും ഒക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ നാച്ചുറൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ സിന്തറ്റിക് ഫൈബേഴ്സ്, മാൻമെയ്ഡ് ഫൈബേഴ്സ്, എന്താണ്, മാൻമെയ്ഡ് ഫൈബേഴ്സും ഉപയോഗിച്ച് തുടങ്ങി. എക്സാമ്പിൾ ഏതൊക്കെ പറയാം സിന്തറ്റിക് ഫൈബറിന്, നമുക്ക് പോളിസ്റ്ററും നൈലോണൊക്കെ പറയാം. പോളിസ്റ്ററും നൈലോണൊക്കെ കൂടുതൽ കാലം നിലനിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഒരു ഗുണം എന്തായിരുന്നു എന്നാണ് പറയുന്നത്, അത് മോർ ഡ്യൂറബിൾ ആയിരുന്നു, അതായത് കുറേ കാലം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു കോട്ടനേക്കാളും ഒക്കെ. അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു, അവ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ്, നമുക്ക് അധികം പൈസ ചിലവ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സും ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സ് എവിടെ നിന്നാണ്, ആനിമൽസിൽ നിന്നാണ്. നമുക്കറിയാം ചെമ്മരിയാടിൽ നിന്നാണ് നമ്മൾ വൂൾ എടുക്കുന്നത് അല്ലേ. സിൽക്ക് വേംസ്, നമ്മുടെ പട്ടുനൂൽപ്പുഴുവിൽ നിന്നാണ് പട്ട് കിട്ടുന്നത് നമുക്ക്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, കോട്ടനും ജൂട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി സിന്തറ്റിക് ഫൈബേഴ്സിൽ ഏതാ വരുന്നത്, കെമിക്കൽസ്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. പെട്രോളിയത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഫൈബേഴ്സിനെ നമുക്ക് എന്ത് പറയാം, സിന്തറ്റിക് ഫൈബേഴ്സ് ആണെന്ന് പറയാം. സിന്തറ്റിക് ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ക്ലോത്ത്സ് ലെസ് എക്സ്പെൻസീവ് ആണ്, അധികം പൈസ ചിലവില്ല അല്ലേ. ഇറ്റ് ഓൾസോ ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് നോട്ട് റിംഗ്ലിങ് ക്വിക്ലി. നമുക്കറിയാം കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തേച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നൈലോൺ തുണിത്തരങ്ങൾ എങ്ങനെയാണ്, അത് കഴുകി കഴിഞ്ഞാൽ അധികം ചുളിവൊന്നും അതിൽ വരില്ല. അപ്പോൾ അത് നമുക്ക് തേച്ചില്ലെങ്കിലും പുറത്തേക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. നാച്ചുറൽ ഫൈബേഴ്സ് എന്താണ്, സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണ്, എന്തായാലും പഠിക്കുക. അതിൻ്റെ 2 എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി complete the table by finding the organism and plants from which natural fibers are produced. ഏതിൽ നിന്നാണ് ഈ നാച്ചുറൽ ഫൈബർ കിട്ടുന്നത്, വൂള്. നമുക്ക് കിട്ടുന്നത് ഏതിൽ നിന്നാണ്, വൂള് നമുക്ക് കിട്ടുന്നത് ഷീപ്പിൽ നിന്നാണ്. സിൽക്ക് വേമിൽ നിന്നാണ്. കോട്ടൺ പ്ലാന്റിൽ നിന്നാണ്. ജൂട്ട് കിട്ടുന്നത് നമുക്ക് ജൂട്ട് പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. ചണം എന്താണ്,
അടുത്തൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കളക്ട് സ്ക്രാപ്പ് പീസസ് ഓഫ് ക്ലോത്ത്സ് ബൈ വിസിറ്റിംഗ് എ ടൈലറിംഗ് ഷോപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ അടുത്തുള്ള ടൈലറിംഗ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് കുറേ വെട്ടി കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു തുണി കഷ്ണങ്ങൾ കാണാം. അതുപോലത്തെ തുണി കഷ്ണങ്ങൾ കളക്ട് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ദ ക്ലോത്ത് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ്. അതിൽ കോട്ടൺ അതുപോലെയുള്ള നാച്ചുറൽ ഫൈബർ ഏതാണ്, പോളിസ്റ്ററും റയോണും ഏതാണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടോ, കോട്ടൺ, വൂള്, സിൽക്ക് നാച്ചുറൽ മെറ്റീരിയൽസ് ആണ്, മാൻമെയ്ഡ് മെറ്റീരിയൽസ്. കണ്ടോ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടോ, വൂള്, സിൽക്ക്, കോട്ടൺ, ലിനൻ ഇതുപോലെയൊക്കെ ഒട്ടിച്ചു വയ്ക്കുക കേട്ടോ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവർ എന്ത് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് അപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടോ, തണുപ്പത്തിടുന്ന വസ്ത്രം പോലീസുകാരിടുന്നത്, ഇനി ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതായത് ഡോക്ടേഴ്സൊക്കെ ഇടുന്ന ഡ്രസ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്? ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് അവരിടുന്ന വസ്ത്രം ഏതാണ്? ഇവർ എന്താണ് തണുപ്പത്താണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നത്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഏത് നമ്പർ എഴുതി? 1 എഴുതി. അടുത്തത് എന്താണ്? രണ്ടാമത്തത് അയാളൊരു ലോയറാണ്, ഒരു അഡ്വക്കേറ്റ് ആണ് അല്ലേ, ഒരു വക്കീലാണ്. അപ്പോൾ രണ്ടാമത്തത് എവിടെയാണ് വരിക? രണ്ടാമത്തത് എവിടെ വരും? രണ്ടാമത്തത് എംപ്ലോയ്മെൻറ്റിൽ വരും കേട്ടോ. കാരണം അയാളുടെ ജോലിയാണ് ആ വക്കീൽ അല്ലേ. അപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിൽ കൊടുക്കുക. ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് പോലീസുകാരനാണ്. മൂന്നാമത്തത് എന്താണ്? പോലീസുകാരനാണ്. അപ്പോൾ മൂന്നാമത്തത് നമുക്ക് ഏതിൽ കൊടുക്കാം? മൂന്നാമത്തത് നമുക്ക് ഒന്നാണ്, അത് കൊടുക്കുക. ഇനി മൂന്നാമത്തത് നമുക്ക് അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റസിലും കൊടുക്കാം, എംപ്ലോയ്മെൻറ്റിലും കൊടുക്കാം കേട്ടോ. രണ്ടും കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്? അവർ ചെയ്യുന്ന ജോലിയാണല്ലേ, അവരുടെ പ്രൊഫഷനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ആ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് എന്തറിയാം? അദ്ദേഹം ഒരു പ്രത്യേക അതോറിറ്റി ഉള്ള ആളാണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? നാലാമത്തത് ഹെൽത്ത് കെയർ വർക്കർ അല്ലേ. അവർക്ക് എന്താണ്? രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇമ്മ്യൂണിറ്റിയിൽ എഴുതാം. ഇത് അഞ്ചാമത്തത് ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ജോലിയാണ് അതല്ലേ. അപ്പോൾ നമുക്കത് എംപ്ലോയ്മെൻറ്റിൽ എഴുതാം. കണ്ടോ, ഇത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്നതാണ്, അത് നമുക്ക് ക്ലൈമറ്റിൽ എഴുതാം. ഓക്കെ. ഇനി എന്താണ്? പ്രിപ്പയർ ആൻ ആൽബം ബൈ കളക്ടിങ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ഡ്രസ്സിങ് ഇൻ വേരിയസ് സിറ്റുവേഷൻ. പല സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അതിൻ്റെ ഒരു ആൽബമാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ആൽബം ഉണ്ടാകും. ഇനി എന്താണ്? മിസ്റ്റി. ഓക്കെ. അതുപോലെ തന്നെ റെയിനി ഡേ, സ്നോവി വെതറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്, ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. ഇത് കൊടുക്കാം. ഇതെന്താണ്? ഫയർമെൻ അല്ലേ. ഫയർമെനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അവർ തീ അണയ്ക്കാനൊക്കെ പോകുമ്പോൾ അവർ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്ലോവ്സും ഒക്കെ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ അത് കൊടുക്കാം. ഇതെന്താണ്? ഇത് നമ്മുടെ മിലിറ്ററി മാനാണ് അല്ലേ. നമ്മുടെ രാജ്യം കാക്കുന്ന വീരജവാന്മാർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. പൈലറ്റ് എങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്? അവരുടെ ആ ഒരു പ്രൊഫഷന് യോജിക്കുന്ന ഡ്രസ്സാണ് ഇടുക. അപ്പോൾ പല രീതിയിൽ ക്ലോത്തിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് വ്യത്യാസം വരാം. ക്ലൈമറ്റ്, തണുപ്പോ ചൂടോ അതിനനുസരിച്ച് അല്ലേ. ഇപ്പോൾ എന്താണ്? സ്നോ ഉള്ള സ്ഥലത്ത് നമുക്ക് കാണാം ഭയങ്കര കട്ടിയുള്ള ഡ്രസ്സുകളാണ് ധരിക്കുക. നമ്മളിവിടെ അതുപോലെ കട്ടിയുള്ള ഡ്രസ്സാണോ ധരിക്കുക? അല്ല. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വസ്ത്രധാരണത്തിൽ വ്യത്യാസം ഉണ്ടാവാം. കസ്റ്റംസ്, ഇപ്പോൾ ആദിവാസികൾ, ഗോത്രവർഗ്ഗക്കാർ അവരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എന്താണ്? അവരുടെ ട്രഡീഷന്, അവർ ജീവിക്കുന്ന ആ ഒരു ഇതിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളാണ്. നമ്മൾ അങ്ങനത്തെ ഡ്രസ്സാണ് ഉപയോഗിക്കുക? അല്ല. പൊസിഷൻ ഓഫ് പവർ, ഇപ്പം എന്താണ്? പോലീസുകാർ അതുപോലെ തന്നെ എന്താണ്? മിലിറ്ററിക്കാർ അവരൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവരുടെ ആ പവറിനനുസരിച്ച്, അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അതോറിറ്റിക്ക് അനുസരിച്ചുള്ള ഡ്രസ്സുകളാണ്. എംപ്ലോയ്മെൻറ്റ്, ഓരോ ജോലിക്ക് പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ്, ജോലിക്ക് അനുസരിച്ച് നമ്മൾ ഡ്രസ്സുകൾ ഇടാറുണ്ട്. റീജിയണൽ ഡിഫറൻസസ്, ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളല്ല അമേരിക്കയിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ചും വസ്ത്രധാരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡ്രസ്സിങ്ങിന് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ജ്വല്ലറി, നമ്മൾ വളയും മാലയും ഇടുന്നത്, ഹാറ്റ്സ്, തൊപ്പികൾ ധരിക്കുന്നത്, ഫുഡ് വെയർ, ചെരുപ്പുകൾ ധരിക്കുന്നത്, അതിലൊക്കെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.